ഹലോ ഗൈസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പിൽ ബെൽറ്റ് ഡ്രൈവ് അടിക്കാൻ വന്ന ഒരു മെറ്റ്യൂർ 350 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെൽറ്റ് ഡ്രൈവ് നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് റീപ്ലേസ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഗൈസ് ഈ ബെൽറ്റ് ഡ്രൈവിന്റെ ബോക്സിന്റെ അകത്ത് മെയിൻ ആയിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ്, ബാക്ക് സ്പ്രോക്കറ്റ്, അതുപോലെ തന്നെ ബെൽറ്റ്, പിന്നെ എൻ്റെ വാറന്റി കാർഡ് കാര്യങ്ങളൊക്കെ, ഇൻസ്റ്റാളേഷൻ ഗൈഡ് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ആണ്. ഇതൊരു ഹാർഡ് മെറ്റലാണ് കേട്ടോ. മാത്രമല്ല ഇതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഈ ഒരു സംഭവത്തിന് ഡാമേജ് വരില്ല. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സ്പ്രോക്കറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണ്, ബ്ലാക്ക് പൗഡർ കോട്ടഡ് ആയിരിക്കും. ഇതിന് ഫ്രണ്ട് സ്പ്രോക്കറ്റിന് ബാക്ക് സ്പ്രോക്കറ്റിന് ലൈഫ് ടൈമാണ് കമ്പനി വാറന്റി കൊടുക്കുന്നത്. മാത്രമല്ല ഈ ബെൽറ്റ് ആണെങ്കിൽ പോലും ഗേറ്റ്സ് കമ്പനിയുടെ വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 80,000 മുതൽ 1.5 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ ഇത് നല്ല സിമ്പിൾ ആയിട്ട് ഓടും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് വന്നാൽ തന്നെ 6,500 രൂപ നമുക്ക് ഈ ബെൽറ്റ് മാത്രം മേടിച്ചിടാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്ന ഒരു സ്പേസറൊക്കെ ഞാൻ വീഡിയോയിൽ പകുതിക്കിട്ട് പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ തന്നെ എൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ബുക്കിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ മെറ്റ്യൂർ 350 റോയൽ എൻഫീൽഡിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് എങ്ങനെയാണ് ബെൽറ്റ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളതാണ്. പല വർക്ക്ഷോപ്പുകാർക്കും ബെൽറ്റ് ഡ്രൈവ് ഒന്നും ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ചെയിൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ, മാക്സിമം ഈ കസ്റ്റമർ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു 10,000-11,000 കിലോമീറ്റർ ഒക്കെ തന്നെയാണ് ആകെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ ചെയിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ല റെസ്റ്റഡ് ആണ്. മാത്രമല്ല ഫുൾ അഴുക്ക് പിടിച്ചിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പീരിയോഡിക്കലി ലൂബ് ക്ലീൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം. ഈ ലൂബ്രിക്കേഷനൊക്കെ കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ അതുപോലുള്ള മണ്ണും ചെളിയൊക്കെ ഒട്ടിപ്പിടിച്ച് ചെയിൻ കംപ്ലീറ്റ് ഡ്രൈ ആയും പോരാഞ്ഞിട്ട് നല്ല അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് സ്പ്രോക്കൻ്റെ ഏരിയ ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ, കണ്ടില്ലേ, ഫുൾ നല്ല അഴുക്ക് അത്രയും മാത്രമായിട്ട് ഇരിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഊരിയെടുത്ത് ഇനി ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യണത്. കാരണം നിങ്ങൾക്കറിയാം ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ്റനൻസ് ഫ്രീ സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ടൈം ഇനിയിപ്പോൾ ലൂബോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഒന്നും നിങ്ങൾ അടിക്കടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം അതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്ന ഒരു കേസാണ് ബെൽറ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് പവർ ലോസ് വരുമോ എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം, ബെൽറ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ 1% പോലും പവർ ലോസ് ഉണ്ടാവില്ല. അത് 100% പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിനി ബെൽറ്റ് ഡ്രൈവിന്റെ കുറച്ച് അഡ്വാൻറ്റേജസിലോട്ട് വരാം. നമ്മൾ ഈ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റി ബെൽറ്റ് ആക്കി കഴിഞ്ഞാൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിന്റെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ചെയിൻ ലൂബ് അടിക്കേണ്ട കാര്യമില്ല. അത് വലിയൊരു കോസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റൂട്ടാ. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ നോയ്സ്. നമുക്കറിയാം ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇരുമ്പിന്റെ മെറ്റീരിയൽസ് ആണ് മുഴുവൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂബ്രിക്കേഷൻ്റെ ഒക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ ചെയിൻ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഈ ഒരു കാര്യമാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ലൈഫ് ടൈം വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ്റെനൻസ്. നമ്മൾ നോർമൽ ചെയിൻ സ്പ്രോക്കറ്റും ടൈറ്റ് ചെയ്യണ പോലെ 500 കിലോമീറ്റർ 300 കിലോമീറ്റർ ഇടവിട്ടൊന്നും നിങ്ങൾ ചെയിൻ സ്പ്രോക്കറ്റും ടൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ക്ലീനിങ്, നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യലും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് ഈ പറഞ്ഞ ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റി ബെൽറ്റ് ഡ്രൈവ് ആക്കുമ്പോൾ നിങ്ങൾ നിലവിലുള്ള ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ബെൽറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഈ ഒരു സ്പേസറിനെ കുറിച്ചാണ്. കണ്ടില്ലേ, ഫ്രണ്ട് സ്പ്രോക്കറ്റിന്റെ പുറകയിൽ വന്ന ഒരു സ്പേസറാണത്. നമ്മുടെ ഓൾഡ് സ്പേസർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്പേസർ മാറ്റി ചെറിയ സ്പേസർ ഇട്ടിട്ട് വേണം ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇത് ഹണ്ടറിനും മെറ്റ്യൂറിനും റീബോണ്ടിനും മാത്രമാണ് ഈ ഒരു സ്പേസർ വരുന്നുള്ളൂ. നമ്മുടെ പഴയ മോഡൽ ക്ലാസിക് 350ക്കും സ്റ്റാൻഡേർഡിനും ഇലക്ട്രിക്കും ഒന്നും ഇത് വരുന്നില്ല. അപ്പൊ ആ ബോക്സിന്റെ അകത്താണെങ്കിൽ ഈ ഒരു സ്പേസർ നിങ്ങൾക്ക് കാണാനും കിട്ടൂല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സംഭവമാണ് സ്വിംഗാം. ആ സ്വിംഗാമിന്റെ മുകളിൽ നമ്മൾ ആ ക്ലോസപ്പ് ആയിട്ട് കാണിച്ചേക്കണം ആ ഒരു റബ്ബറിന്റെ ആ ഒരു ബീഡിംഗ് ഇല്ലേ, ആ ബീഡിംഗ് നിങ്ങളുടെ സ്വിംഗാമിന്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെ അധികം ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് ആ സ്വിംഗാമിൽ കിടന്ന് വരഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ ബെൽറ്റ് മാത്രമല്ല, ചെയിൻ സ്പ്രോക്കറ്റ് ആണെങ്കിൽ പോലും ആ ഒരു ചെയിൻ്റെ പാഡ് നിങ്ങൾ റെഗുലർലി ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിംഗാം തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ സ്വിംഗാമിന്റെ ആക്സിൽ ഇടേണ്ട കേസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്സിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ റെഡ് കളറിൽ ഗ്രീസ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യണേ.
ഗ്രീസ് നമുക്ക് റെഡ് കളറിൽ മാത്രമല്ല നമുക്ക് മറ്റേ ബ്ലൂ കളേഴ്സിലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഓരോ ഗ്രീസിനും ഓരോ പ്രത്യേകത ഉണ്ട്. യെല്ലോ, ബ്ലൂ, റെഡൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും റെഡ് ഗ്രീസാണ് കുറച്ച് ഹീറ്റായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലത്. അതുപോലെ തന്നെ മഴ, വെള്ളം, ചെളിയൊക്കെ പെട്ടെന്ന് അടിച്ച് കയറുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലൂ യൂസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത കേസ് നമ്മുടെ ബാക്കിലെ സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യണ കേസാണ്. അത് കണ്ടില്ലേ, നമ്മുടെ പഴയ സ്പ്രോക്കറ്റ് ഇരുമ്പിന്റെ ടീത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ടായിരുന്നു. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞോണം ബാക്കിലെ സ്പ്രോക്കറ്റ് ബെൽറ്റിന്റെ കൂടെ തന്നെ സ്പ്രോക്കറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണത്. അതിലും സൈഡ് എ, സൈഡ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ സൈഡ് എ തന്നെ നിങ്ങൾ ഫ്രണ്ടിലിടാൻ ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, ഓരോ 15,000 കിലോമീറ്റർ കൂടുന്തോറും ഈ ബാക്ക് സ്പ്രോക്കറ്റ് മാത്രം തിരിച്ചും മറിച്ചിടേണ്ട ഒരു ചടങ്ങുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കേസ് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് സ്പ്രോക്കറ്റിന്റെ ബെയറിങ്. വെറും 220 രൂപ മാത്രം പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങൾ ബെൽറ്റ് ഡ്രൈവ് അല്ല, നിങ്ങൾ ചെയിൻ സ്പ്രോക്കറ്റ് ആണ് മാറണമെങ്കിൽ പോലും ഈ ഒരു സ്പ്രോക്കറ്റ് ബെയറിംഗ് കൂടി നിങ്ങൾ മാറുന്ന കേസ് മറന്നു പോകരുത്. കാരണം റോയൽ എൻഫീൽഡിന്റെ ജെനുവിൻ പ്രൊഡക്റ്റ് ആണ്, 200 രൂപ വരുന്നുള്ളൂ. നമ്മൾ സ്പ്രോക്കറ്റ് മാറുമ്പോൾ ഈ സ്പ്രോക്കറ്റ് ബെയറിംഗും അതുപോലെ തന്നെ ഡാമ്പർ ബുഷൊക്കെ പക്കയാണോ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്ന ഒരു കേസാണ് ഈ ബെൽറ്റ് ഡ്രൈവ് നമുക്ക് ഏതൊക്കെ വണ്ടിക്കാണ് സ്യൂട്ട് ആവണമെന്നുള്ളത്. അത് റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾക്ക് മാത്രമാണ് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് വരുന്നുള്ളൂ. അത് റോയൽ എൻഫീൽഡിൽ തന്നെ ഹിമാലയം, സൂപ്പർ മെറ്റിയോർ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളുടെയും ബെൽറ്റ് ഡ്രൈവ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന സംഭവമാണ് കുഷ് റബ്ബർ. കണ്ടില്ല, ആ റബ്ബറിന്റെ 4 ബുഷ്. ഈ ഒരു ബുഷിന്റെ കേസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ബെൽറ്റ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ ചെയിൻ സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ ഈ ഡാമ്പർ ബുഷിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിലെ വീലിന് എപ്പോഴും ചെറിയ രീതിയിലൊരു പ്ലേ ഉണ്ടാവും. ഈ ബെൽറ്റ് ഡ്രൈവിന്റെ പ്രൈസ് എത്രയെന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക് ഡിസ്ക് വന്ന വണ്ടികൾക്ക് എല്ലാം 15,950 രൂപയും അതുപോലെ തന്നെ ബാക്ക് ഡ്രം ആയിട്ട് വരുന്ന എല്ലാ വണ്ടിക്കും 16,750 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ബെൽറ്റ് ഡ്രൈവ് ഈ 16,000 മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമെന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ആദ്യത്തെ 2 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് നമുക്ക് ഈ എം ടെക്നിക്സിന്റെ ബ്രാൻഡ് നമുക്ക് വാറന്റി ആയിട്ട് തന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിയതിന് ശേഷം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും 17,000 മുടക്കി നിങ്ങൾ ഈ ബെൽറ്റ് ഡ്രൈവ് അസംബ്ലി ഫുള്ളായിട്ട് മാറേണ്ട കാര്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ആ ബെൽറ്റ് മാത്രം ജസ്റ്റ് 6,500 കൊടുത്ത് നിങ്ങൾക്ക് മാറ്റിയിടാൻ പറ്റും. വീണ്ടും നിങ്ങൾക്ക് 1,00,000 കിലോമീറ്ററോളം നിങ്ങൾക്ക് ലൈഫ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ചെയിൻ സ്പ്രോക്കറ്റ് ആണോ അല്ലെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് ആണോ കൂടുതൽ ലാഭം അല്ലെങ്കിൽ കൂടുതൽ ലാസ്റ്റിംഗ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക്. അത് മാത്രമല്ല, ബെൽറ്റ് ഡ്രൈവ് ഓൾറെഡി യൂസ് ചെയ്യണ ചങ്ങായിമാരി കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തേക്ക്. കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്